കല്യാണ പല്ലക്ക്. താടിക്ക് കയ്യും കൊടുത്ത് എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകി അടുക്കളപ്പടിയിൽ ഇരിക്കുകയാണ് ഗംഗ. അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന ചിന്തയത്രയും ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്ന തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വേവലാതിയായിരുന്നു. അപ്പോഴാണ് ഉഷ ഒരു ചെറിയ ബേസിനിൽ കഴുകിയ കുറച്ച് നീളൻ പയറും ഒരു കയ്യുറയും കത്തിയും അവൾക്ക് അടുത്തേക്ക് കൊണ്ടുവന്ന് നീട്ടിയത്. ഗംഗ അതിലേക്കും ഉഷയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ഇത് പിടിക്കുവച്ചേ, എനിക്ക് വേറെ ജോലിയുള്ളതാ പറഞ്ഞുകൊണ്ട് ഉഷ ശബ്ദം ഉയർത്തിയതും ഗംഗ ആ ബേസൻ കയ്യിലേക്ക് വാങ്ങി. അവിടെ ഇരുന്ന് ഈ പയറ് തോരൻ വെക്കാൻ അരിഞ്ഞതാ. അല്ലാതെ ഇവിടെ വെറുതെ ഇരുന്ന് 3 നേരം ഉണ്ണാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. അവർ പറഞ്ഞിട്ട് പോയതും ഗംഗ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതിരുന്നു പോയി. വീട്ടിൽ ഈ വക ജോലികളൊന്നും ചെയ്ത് ശീലമില്ല. അമ്മ ചെയ്യിച്ചിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ ശരി തനിക്കതൊന്നും ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് പണ്ടേ അടുക്കള ജോലികളിൽ നിന്നെല്ലാം വലിഞ്ഞു നിന്നതാണ്. എന്നാൽ ഗായത്രി എങ്ങനെയല്ലായിരുന്നു. അവൾക്കാണെങ്കിൽ അടുക്കള ജോലിയിലൊക്കെ അമ്മയെ സഹായിക്കുന്നത് വലിയ ഇഷ്ടമാണ്. കറികൾ നുറുക്കി കൊടുക്കാനും നാളികേരം ചെരുവി കൊടുക്കാനും അവളായിരുന്നു അമ്മയോടൊപ്പം നിന്നത്. ശ്യാമളയാണെങ്കിലും ഗംഗയെ ഒന്നും നിർബന്ധിച്ച് ചെയ്യിക്കാൻ വരാറില്ല. ഗംഗ ആ വീട്ടിലുള്ള ഓരോന്നിനെയും സ്വന്തം വീടുമായും വീട്ടുകാരുമായും വെച്ച് താരതമ്യപ്പെടുത്തി. അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ബേസനിൽ കിടന്ന കയ്യുറ പോലും ശ്രദ്ധിക്കാതെ അവൾ പയറ് കൂട്ടിപ്പിടിച്ചരിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കത്തി വന്ന് അവളുടെ കയ്യിൽ കയറി. അമ്മയെന്ന് ഗംഗ വേദന കൊണ്ട് ഉറക്കെ വിളിച്ചു. എത്തിനോക്കി ഉഷ കാണുന്നത് അവളുടെ കയ്യിൽ നിന്ന് രക്തം ഒഴുകുന്നതാണ്. നിന്റെ തലയ്ക്കെന്താ വെളിവില്ലേ കൊച്ചെ? ഈ കയ്യുറി എന്തിനാ ഞാൻ തന്നത്? ഇത് വിരലിലിട്ടിട്ട് വേണ്ടേ ഇതൊക്കെ അരിയാൻ? ഉഷ പറഞ്ഞപ്പോ ഗംഗ വല്ലായ്മയോടെ തലയാട്ടി. അപ്പോഴേക്കും അവളുടെ ശബ്ദം കേട്ടുകൊണ്ട് മുറിയിലായിരുന്ന രമ്യയും ഓടി അവിടേക്ക് വന്നിരുന്നു. ഗംഗയുടെ കൈ മുറിഞ്ഞത് കണ്ട് രമ്യ തയ്യൽ തുണിയുടെ ഒരു വെട്ടുകഷ്ണം എടുത്തുകൊണ്ട് വന്ന് ഗംഗയുടെ വിരലിലെ മുറിവ് കെട്ടിക്കൊടുത്തു. അതിങ്ങി തന്നേക്ക് ഗംഗെ, ഞാൻ അറിഞ്ഞോളാം. രമ്യ പറഞ്ഞതും ഉഷ അവളെ സൂക്ഷിച്ചു നോക്കി. ഉഷയുടെ ആ നോട്ടം അത്ര കാര്യമാക്കാതെ രമ്യ അടുക്കളപ്പടിയിലേക്കിരുന്ന് വേഗത്തിൽ ആ പയറത്രയും അരിഞ്ഞു തീർത്തു. ഗംഗ അവളെ ഒട്ടൊരു അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ശേഷം ഒരു സവാള കൂടി അതിൽ അരിഞ്ഞിട്ട് അത് ഉഷയ്ക്ക് തിരികെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഗംഗ പോയി കൈ കഴുകിയിട്ട് വാ, എന്നിട്ട് ആഹാരം കഴിച്ചോ, പുട്ടായിട്ടുണ്ട്. രമ്യ പറഞ്ഞതും തല കുലുക്കി ഗംഗ വെളിയിലേക്ക് ഇറങ്ങി. കൈ കഴുകി ഒരു പാത്രം എടുത്തു. അതിലൊരു കഷ്ണം പുട്ടും തലേ ദിവസത്തെ പോലെ അല്പം പഞ്ചസാരയും തൂവി. ഗോതമ്പ് പുട്ടാണ്. ഗംഗയ്ക്കത് കഴിച്ചിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരുവിധം എങ്ങനെയൊക്കെയോ ഉഷയെ പേടിച്ച് അവൾ കഴിപ്പ് തുടർന്നു. ഉഷേച്ചിയെ, മീൻ വേണോ? മീൻകാരൻ ഖാദറാണ്. വല്ലപ്പോഴുമേ ഉഷ മീൻ വാങ്ങാറുള്ളൂ. രമ്യ തയ്ച്ചു കിട്ടുന്നതിൽ നിന്ന് വീട്ടിലെ അത്യാവശ്യ ചിലവുകളൊക്കെ കഴിഞ്ഞ് മീൻ വാങ്ങാനൊന്നും പണം മിച്ചം കിട്ടാറില്ല. ഈ കോളനിയിൽ കൂടി ആകെ വരുന്ന ഒരേയൊരു മീൻവണ്ടി ഖാദറിൻ്റെതാണ്. വേറെയുള്ളവരാരും ഇവിടേക്ക് മീനുമായി വരാറില്ല. മറ്റൊന്നും കണ്ടല്ല, അവര് പറയുന്നത് കോളനിക്കാരി പെണ്ണുങ്ങൾക്ക് നാക്കിന് ഇത്തിരി നീളം കൂടുതലാണെന്നാ. വിലപേശി ഏറ്റവും വില കുറച്ച ശേഷമേ അവർ മീൻ വാങ്ങൂ. അങ്ങനെ മീൻ വിറ്റാ മുതലാകില്ലെന്നും പറഞ്ഞ് മറ്റൊരു മീൻകാര് പോലും ഈ വഴിക്ക് വരത്തില്ല. അമ്മേ, ദേ ഖാദർക്ക വിളിക്കുന്നു. രമ്യ പറഞ്ഞു. ആ ജീരകക്കുപ്പിയിലേ 60 രൂപ കാണും, നീ ഒന്ന് നോക്കിയേ. എന്റെ കയ്യിൽ ഗോതമ്പ് മാവ. ഉഷ അത് പറഞ്ഞതും രമ്യ പ്രതീക്ഷയോടെ ജീരകക്കുപ്പി തുറന്നു. ആ അമ്മേ, 60 രൂപയുണ്ട്. 10ന്റെയും 20ന്റെയും മുഷിഞ്ഞ നോട്ടുകളാണ് ഓരോന്നും. അത് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് രമ്യ പുറത്തേക്ക് നടന്നു. ഗംഗ അവരിരുവരെയും മാറി മാറി നോക്കി. മീൻ വാങ്ങാൻ പോയ രമ്യയ്ക്ക് പിന്നാലെ കയ്യും കഴുകി ഉഷയും അവിടേക്ക് നടന്നതോടെ ഗംഗ കഴിപ്പ് മതിയാക്കി ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ആ വീട്ടിലവർ എത്രത്തോളം ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെന്ന് വെളിവാകുന്ന രീതിയിലായിരുന്നു അവരുടെ ജീവിത രീതികളും ആ വീട്ടിലെ ഓരോ സാഹചര്യങ്ങളും. ഗംഗയ്ക്ക് വല്ലാതെ ഹൃദയം വേദനിച്ചു. അപ്പോഴേക്കും പുറത്തേക്ക് മീൻ വാങ്ങാൻ പോയ രമ്യ ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് മീനുമായി അകത്തേക്ക് വന്നിരുന്നു. മീൻ കിട്ടി. ഗംഗ നോക്കുന്ന കണ്ട് രമ്യ ചിരിയോടെ പറഞ്ഞു. ചാളയാ? നെയ്ച്ചാളയ്ക്ക് നല്ല രുചിയല്ലേ? അതീവ സന്തോഷത്തോടെയാണ് രമ്യ പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഗംഗയ്ക്ക് മനസ്സിലായി അവരങ്ങനെ എപ്പോഴും ഒന്നും മീൻ വാങ്ങാറില്ലെന്ന്. അവളൊന്നും മിണ്ടിയില്ല. വാങ്ങിക്കൊണ്ടുവന്ന മീൻ ഒരു ചട്ടിയിലേക്കിട്ട് അതിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് രമ്യ അടുക്കളയിലേക്ക് പോയി. മീൻ വെട്ടാൻ തുടങ്ങി. ഗംഗ ഒരരികിൽ മാറി നിന്ന് ആ കാഴ്ച നോക്കിക്കണ്ടു. ഉഷ അപ്പോഴേക്കും മറ്റൊരു ചട്ടിയിൽ അല്പം ഉപ്പിട്ടുകൊണ്ട് അതിൻ്റെ രമ്യക്കടുത്തേക്ക് വെച്ചു. വെട്ടുന്ന മീന് രമ്യ മറ്റേ ചട്ടിയിലിട്ട്. മീൻകറി ഉള്ളതുകൊണ്ട് തന്നെ
അന്നവർ മറ്റു കറികളൊന്നും ഉണ്ടാക്കിയില്ല. മീൻകറി മാത്രം കൂട്ടിയായിരുന്നു ഗംഗ അന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ഉഷയ്ക്ക് നല്ല കൈപുണ്യമാണ്. ആ കൈകൊണ്ട് അവർ ഒരു ചമ്മന്തി അരച്ചാൽ പോലും വല്ലാത്ത സ്വാദാണ്. ഗംഗ ആഹാരം കഴിക്കുമ്പോൾ ഓർത്തു, ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ അവൾ കുളിച്ചു മാറാനുള്ള വസ്ത്രവും എടുത്തുകൊണ്ട് കിണറ്റിൻകരയിലേക്ക് നടന്നു. കുറച്ചേറെ സമയം വെള്ളം കോരിയതിനു ശേഷമാണ് ബാത്റൂമിൽ ഇരിക്കുന്ന ചെറിയ ചരുവം ഒന്ന് നിറഞ്ഞത്. പലവിധ ചിന്തകളോടെയാണ് അവൾ കുളിച്ചിറങ്ങിയത്. മുഷിഞ്ഞ ഡ്രസ്സും മറ്റും അവിടെ നിന്നുകൊണ്ട് തന്നെ അലക്കുകല്ലിൽ തിരുമ്മി അഴയിലേക്ക് വിരിച്ചിട്ടു. ശേഷം അകത്തേക്ക് കയറുമ്പോൾ കണ്ടു രമ്യ അകത്തിരുന്ന് തുണി തയ്ക്കുന്നത്. അപ്പുറത്തെ ചെറിയ കട്ടിലിൽ ഉഷ കിടക്കുന്നുണ്ട്. ആഹാരമൊക്കെ കഴിച്ച ശേഷം ഉച്ചമയക്കത്തിലാണ് അവർ. ഗംഗയും ചെന്ന് രാഹുലിന്റെ മുറിയിലെ കട്ടിലേക്ക് ഒന്ന് കിടന്നു. രാഹുലിന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കിടയിൽ കിടന്നിട്ട് അവൾ കോക്കാനും വരുന്നുണ്ടായിരുന്നു. അവൾ ആ ജനലുകളിൽ കർട്ടന് പകരം തിരികെ വെച്ചിരിക്കുന്ന തുണി അഴിച്ചു മാറ്റി. നല്ല വെട്ടവും വെളിച്ചവും മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. ആ കട്ടിലേക്ക് കിടന്നത് മാത്രമേ ഗംഗയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ അവൾ ഉറങ്ങി. എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കട്ടൻ ചായയും കുടിച്ച് അടുക്കളപ്പള്ളിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഉഷയും രമ്യയും. ഗംഗെ, കിടന്നുറങ്ങുമ്പോൾ ജനലിൽ വെച്ചിരിക്കുന്ന തുണിയൊന്നും മാറ്റിയിടരുത്. ഒന്നാമത് കോളനിയിലെ ചെക്കന്മാരാ. അവരത്രയും പറഞ്ഞപ്പോൾ തന്നെ ഗംഗയ്ക്ക് കാര്യം മനസ്സിലായി. ആ മുറി വല്ലാത്ത നാറ്റമായിരുന്നമ്മേ. അതുകൊണ്ടാ ഞാൻ. സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ച ഗംഗ ഉഷയുടെ നോട്ടം കണ്ടപ്പോൾ പെട്ടെന്ന് അബദ്ധം പിടിഞ്ഞതുപോലെ സംസാരം നിർത്തിക്കളഞ്ഞു. ഈ സമയം തന്നെയായിരുന്നു ഉമ്മറപ്പടി വഴി മറ്റൊരു സ്ത്രീയും പുരുഷനും അവിടേക്ക് വന്നത്. അതാരാണെന്ന് മനസ്സിലാവാതെ ഗംഗ കണ്ണു ചുരുക്കി അവരെ നോക്കി. എന്നാലും എന്റെ നാത്തൂനെ, ഞാൻ ഈ കേട്ടതൊക്കെ നേരാണോ നീ? അതും ചോദിച്ചുകൊണ്ടാണ് ആ സ്ത്രീ അകത്തേക്ക് കയറിയത് തന്നെ. ശബ്ദത്തിൽ നിന്ന് തന്നെ രമ്യയ്ക്ക് ഉഷയ്ക്കും മനസ്സിലായി വന്നിരിക്കുന്നത് ഉഷയുടെ ഒരേയൊരു സഹോദരൻ ചന്ദ്രന്റെ ഭാര്യ സുശീലയാണെന്ന്. അവരകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ടു അവിടെ നിൽക്കുന്ന ഗംഗയെ. അതോടെ കുടുംബശ്രീയിൽ നിന്ന് കേട്ടറിഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് അവരങ്ങ് ഉറപ്പിച്ചു. എന്താ ചേച്ചി, ചേച്ചി എന്തിനാ ഇങ്ങനെ അലറി വിളിച്ചു വരുന്നേ? ഉഷ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റുകൊണ്ട് സുശീലയെ നോക്കി ചോദിച്ചു. എന്നാലും എന്റെ ഉഷേ, ആ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ പറഞ്ഞപ്പോ ഞാനിതത്ര കാര്യാക്കിയില്ല കേട്ടോ. ഇതിപ്പം നേരിട്ട് കണ്ട് ബോധിച്ചു. പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞെന്നാ ചേച്ചി ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞാ എനിക്ക് വല്ലതും മനസ്സിലാവുമോ? ഉഷയ്ക്കും തെല്ല് ദേഷ്യം തോന്നി. ഇവിടുത്തെ രാഹുല് ഏതോ ഒരു പെണ്ണിനെയും വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ടുണ്ടെന്ന്. വലിയ വീട്ടിലെ പെണ്ണാ, ഇവന്റെ സൗന്ദര്യം കണ്ട് ഇറങ്ങിപ്പോന്നതാ. പറഞ്ഞു പെണ്ണുങ്ങള് ഇവക്ക് ഗർഭം വരെ ഉണ്ടാക്കി, അറിയാമോ? ആ വടക്കേലെ ശാന്തമ്മ ചേച്ചി ഇത് എന്നോട് വന്ന് പറയുമ്പോ ഞാൻ മുഖമടച്ചൊരാട്ട് വെച്ച് കൊടുത്തവർക്ക്. എന്റെ ചെറുക്കനെക്കുറിച്ച് ഇല്ലാവചനം പറയരുതെന്ന് പറഞ്ഞു. കാശില്ലെന്ന് കരുതി അഭിമാനം പണയം വെക്കത്തില്ലെന്ന് വരെ പറഞ്ഞു അവളോട് ഞാൻ വഴക്കുണ്ടാക്കി. എന്നാലും നാത്തൂനെ, ഇവിടെ വന്ന് ഈ കാഴ്ച കണ്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. സുശീല അത് പറഞ്ഞപ്പോ രമ്യ ചിരിയോടെ നിന്നതേ ഉള്ളൂ. ആ, ഇനി എന്ത് ചെയ്യാനാ ചേച്ചി? മക്കൾ ഓരോന്നോരോ വിധം കാണിക്കുമ്പോ അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഉഷേ, പെങ്കൊച്ചിനെ കണ്ടിട്ട് ഏതാണ്ട് ഉള്ളെടുത്തയാണെന്ന് തോന്നല്ലോ. കിട്ടപ്പോര് വല്ലതും ഉണ്ടോ? ഗംഗയൊന്ന് അടിമുടി നോക്കിക്കൊണ്ട് അടക്കി പിടിച്ച സ്വരത്തിൽ ഉഷയോട് സുശീല പറഞ്ഞു. അവരതിനെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്തായാലും ചെറുക്കൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു. 4 ആള് കാണെ ഒരു താലിയെങ്കിലും കെട്ടിക്കണ്ടേ? കഴിഞ്ഞത് കഴിഞ്ഞു, അല്ലേ പിന്നെ? സുശീല പാതിയിൽ പറഞ്ഞു നിർത്തി. അവര് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്ററൊക്കെ ചെയ്തെന്നാ പറയുന്നേ. അതൊക്കെ അവിടെ നിക്കട്ടുഷേ. എന്നാലും നാട്ടിലുള്ളവരെ കാണിക്കാൻ വേണ്ടിയെങ്കിലും ഒരു താലി വേണ്ടേ അതിന്റെ കഴുത്തില്? കഴുത്തിലൊരു നേർത്ത സ്വർണ്ണമാല മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഗംഗയെ ഒന്നുകൂടൊന്ന് അടിമുടി നോക്കിക്കൊണ്ട് സുശീല വീണ്ടും പറഞ്ഞു. ആ പിള്ളേര് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് കല്യാണവും കഴിഞ്ഞ് നേരെ മൂന്നാറിലേക്കാ പോയത്. അവിടെയോ മറ്റോ ആയിരുന്നു ഒരാഴ്ച. അവിടുത്തെ പൊറുതിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ. ഇനി എന്തോത്തിന് ഇതിനെയൊക്കെ കൊണ്ടുപോയി വീണ്ടും താലി കെട്ടിക്കുന്നത്? ഉഷ അവജ്ഞയോടെ ഗംഗയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഗംഗയാണെങ്കിലോ മുഖം കുനിച്ച് ഇനി ആരെയും മുഖമുയർത്തി നോക്കാൻ കഴിയാത്തത്ര നിസ്സഹായതയിൽ നിൽക്കുകയായിരുന്നു. അതേസമയം തന്നെയാണ് രാഹുൽ അടുക്കളവാതിൽ വഴി അകത്തേക്ക് വന്നത്. പെട്ടെന്ന് സുശീലയെ അവിടെ കണ്ടതും അവനൊന്നു പരിങ്ങി. എന്റെ മോനെ, നിനക്ക് ഈ ദുർബുദ്ധി എങ്ങനെ തോന്നിയടാ? നെഞ്ചത്തടിച്ചുകൊണ്ട് സുശീല രാഹുലിനടുത്തേക്ക് ചെന്നു. മാമി എന്തിനാ തൊള്ള വയ്ക്കുന്നേ? ഒന്ന് പതുക്കെ പറഞ്ഞാൽ മതി, ഇവിടെയുള്ളവർക്കൊക്കെ ചെവി കേൾക്കാം. ഓരോ വയ്യാവേലി വന്ന് കൂടിക്കൊള്ളും. അവൻ അല്പം പരുഷമായി തന്നെ സുശീലയെ നോക്കി പറയുകയാണ്. എടാ മോനെ, മാമി എന്ന് പറഞ്ഞ അമ്മയുടെ സ്ഥാനമാടാ.
ഇങ്ങനെയൊന്നും പറയില്ലേടാ മക്കളെ എന്നോട്. രാഹുൽ ദേഷ്യത്തോടെ നെറ്റിച്ചൊറിഞ്ഞു. ഞാനിപ്പോ ഉഷയോട് പറയായിരുന്നു, 4 ആള് കാങ്കെ അമ്പലത്തിൽ വെച്ചൊരു താലി കെട്ടി ആ ചടങ്ങ് നടത്തണമെന്ന്. എന്തിന്? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. രാഹുൽ ശബ്ദമുയർത്തി പറഞ്ഞതും സുശീല ഉഷയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ മുഖത്താണെങ്കിലോ, താൻ അല്പം മുമ്പ് പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോ എങ്ങനെ ഇരിക്കുന്നു എന്നൊരു ഭാവമാണ്. എടാ, ഓരോരുത്തരും എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അറിയാമോ? ആ, പറയുന്നവര് പറയട്ടെ. തൽക്കാലം അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാനൊന്നും ഈ രാഹുലിനെ കിട്ടത്തില്ല. കുറച്ചു സമയം ഒന്ന് ഇരുന്ന് ചിന്തിച്ചപ്പോ ഉഷയ്ക്കും മനസ്സിലായി സുശീല പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന്. രാഹുൽ ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നുവെന്ന് മാത്രമേ ഈ കോളനിക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയൂ. നാളെ ഇതേ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനും കല്യാണപ്രായം എത്തിയ തന്റെ മകൾക്ക് ഇനി ഒരു നല്ല ജീവിതം കിട്ടുന്നതിനും അവരിരുവരും 4 ആളറിയെ വിവാഹം കഴിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഉഷ മനസ്സിലുറപ്പിച്ചു. അതുകൊണ്ട് തന്നെ രാഹുൽ ഇനി രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ ഇതേപ്പറ്റി സീരിയസായി സംസാരിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അതേസമയം ഗായത്രിയും മഹേഷും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ മറ്റെല്ലാം മറന്നുകൊണ്ട് ആഘോഷിക്കുന്ന തിരക്കിലാണ്. പതിവ് പോലെ ഗായത്രി കോളേജ് കഴിഞ്ഞ് ബസ്സിലാണ് വീട്ടിലേക്ക് വന്നത്. അവൾ വന്ന് ഏകദേശം 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മഹേഷും വന്നു. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുമായിരുന്നു. അപ്പോ അമ്മേ, നമ്മുടെ വിഷ്ണു ഇല്ലേ? ആ, വിഷ്ണുവിന് എന്താടാ? മഹേഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വിഷ്ണു. അങ്ങനെയല്ലമ്മേ, വിഷ്ണുവിന്റെ വീട്ടുകാരും ഗായുവിനെ കണ്ടില്ലല്ലോ. അവന്റെ മുത്തശ്ശി പറഞ്ഞത്രേ അവർക്ക് ഗായുവിനെ കാണണമെന്ന്. അതിനെന്താ, നിങ്ങൾ രണ്ടാളും കൂടി ഇന്നൊന്ന് പോയിട്ട് വാ. എല്ലാരെയും കണ്ട് കുറച്ചു നേരം അവിടേക്കൊന്ന് ഇരുന്നിട്ട് വാ. എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നാലും മടുപ്പല്ലേ. പിന്നെ അവരുടെ വീട് തൊട്ടടുത്തല്ലേ. അവരുടെ വീടിന് തൊട്ടടുത്തല്ലേ ദേവീക്ഷേത്രം. പോകുമ്പോഴേ അവിടെയും കയറി തൊഴുതിട്ട് വാ. വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ക്ഷേത്രത്തിലേക്കൊന്നും അധികം പോയിട്ടില്ലല്ലോ. ഒരു വിവാഹ ജീവിതം തുടങ്ങുമ്പോൾ എപ്പോഴും ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നത് നല്ലതാ. എങ്കിൽ പിന്നെ അധിക സമയം കളയണ്ട, വേഗം കുളിച്ച് റെഡിയായിക്കോ രണ്ടാളും. ഗീത പറഞ്ഞത് കേട്ട് തല കുലുക്കി ഒന്ന് മൂളിക്കൊണ്ട് ഗായത്രി മുകളിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് പിന്നാലെ തന്നെ മഹേഷ് അവിടേക്ക് കയറി ചെന്നു. ഗായത്രി കുളിച്ചിറങ്ങി കണ്ണാടി നോക്കി എന്തോ ക്രീം മുഖത്ത് പുരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷ് അവിടേക്ക് വന്നത്. പിന്നിലൂടെ വന്ന മഹേഷ് ഒരു കയ്യാലെ അവളെ ചുറ്റിപ്പിടിച്ച് തന്റെ ശരീരത്തോട് ചേർത്തു. പിന്നെ മെല്ലെ മെല്ലെ അവളുടെ നീണ്ടു മെലിഞ്ഞ വെളുത്ത കഴുത്തിലേക്ക് തന്റെ അധരങ്ങൾ പതിപ്പിച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ച് ശില പോലെ നിന്നുപോയി ഗായത്രി. കഴുത്തിൽ നിന്ന് അവന്റെ അധരങ്ങൾ മുകളിലേക്ക് ഇഴഞ്ഞ് അവളുടെ കാതിൽ വന്നെത്തിയതും ഗായത്രി ഒന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും മഹേഷ് അവളുടെ മേലുള്ള പിടുത്തം ഒന്നുകൂടി മുറുക്കി. അതെ, ഇന്ന് ക്ഷേത്രത്തിൽ പോകുമ്പോൾ സെറ്റുമുണ്ട് എടുക്കാമോ? ഗായു വന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റിൽ ഉടുത്തതുപോലെ. പെട്ടെന്ന് മഹേഷ് അത് പറഞ്ഞതും ഗായത്രി എന്ത് ചെയ്യണമെന്നറിയാതെ നിശ്ചലയായി നിന്നുപോയി. പെട്ടെന്ന് അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറി. ശേഷം പതിയെ മുഖമുയർത്തി അവനോട് പറഞ്ഞു, അത് എനിക്ക് ശരിക്കും സെറ്റുമുണ്ടെന്ന് ഉടുക്കാൻ അറിയില്ല. അതന്ന് ചേച്ചിയെ ഉടുപ്പിച്ചു തന്നെ. എങ്കിൽ താൻ അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക്, അമ്മ ഹെൽപ്പ് ചെയ്യും തന്നെ. പ്ലീസ് ഗായു. തന്നെ ആ വേഷത്തിൽ ഒരിക്കൽ കൂടി കാണാനുള്ള കൊതി കൊണ്ടാ. മഹേഷ് പതിഞ്ഞ സ്വരത്തിൽ കെഞ്ചുന്നതുപോലെ പറഞ്ഞതും ഗായത്രി വിറയലോടെ അവനെ നോക്കിക്കൊണ്ട് സമ്മതം മൂളി. അവന്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അവളുടെ കവിളിലേക്കൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ കുളിച്ചു മാറാനുള്ള വസ്ത്രവും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. അതേസമയം കയ്യിൽ കറുത്ത പുളിയിലക്കറി സെറ്റും മുണ്ടും ബ്ലൗസും ഒരു അണ്ടർസ്കേർട്ടുമായി ഗായു നേരെ ഗീതയുടെ അടുത്തേക്ക് ചെന്നു. ഗീത അടുക്കളയിൽ നിന്ന് ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുവാണ്. എന്താ മോളെ, എന്തു പറ്റി? ഗായു അടുത്തു വന്നൊന്ന് പരുങ്ങുന്നത് കണ്ട് ഗീത ചോദിച്ചു. അതമ്മേ, എനിക്കിതൊന്ന് ഉടുത്തു തരാമോ? മഹേട്ടൻ പറഞ്ഞു ഇന്ന് സെറ്റുമുണ്ട്. പെട്ടെന്ന് അത്രയും പറഞ്ഞ ശേഷമാണ് ഗായത്രി അബദ്ധം പണിഞ്ഞതുപോലെ കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നത്. ഗീതയ്ക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അവരിതൊന്നും മനസ്സിലാവാത്ത പോലെ നിന്നു അവളുടെ മുമ്പിൽ. അതിനെന്താ മോളെ, വാ, അമ്മ ഉടുപ്പിച്ചു തരാം. അല്ലെങ്കിൽ തന്നെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ സെറ്റുമുണ്ടൊക്കെ ഉടുത്തിട്ട് പോകുന്നത് അതിന്റെ ഒരു ഭംഗിയാ. അവരൊപ്പം അത് പറയുകയും ചെയ്തു. ഗീത നല്ല വൃത്തിയായി തന്നെ ഗായുവിനെ ആ സെറ്റും മുണ്ടും ഉടുപ്പിച്ചു. കണ്ണാടിയിൽ കണ്ട തന്റെ പ്രതിബിംബത്തോട് ഗായത്രിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയി. ശേഷം മുകളിലേക്ക് കയറി ചെന്നവൾ കണ്ണാടിയിലേക്ക് നോക്കി നിന്നുകൊണ്ട് മുടി ചീകുകയായിരുന്നു. അതേസമയം തന്നെയായിരുന്നു മഹേഷ് കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. കറുത്ത കരിയുള്ള സെറ്റുമുണ്ടിൽ നിൽക്കുന്ന ഗായുവിനെ കണ്ടപ്പോൾ മഹേഷ് ഒരു ചിരിയോടെ അവൾക്ക് അരികിലേക്ക് വന്നു.
ഒരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് മെല്ലെ ആ കാതിൽ പറഞ്ഞു. താങ്ക് യു. ഗായുവിന്റെ മുഖം വല്ലാതങ്ങ് ചുവന്നുപോയി. അവന്റെ കൈകൾ സാരിക്കിടയിലൂടെ തന്റെ നഗ്നമായ വയറിൽ കളം വരയ്ക്കാൻ തുടങ്ങുന്നതറിഞ്ഞതും ഗായു ശാസനയോടെ ആ കയ്യിൽ പിടിച്ചു. ദേ മഹേഷേട്ടാ, ക്ഷേത്രത്തിലേക്കാ പോകുന്നത്, അത് ഓർമ്മ വേണം. മഹിച്ചിരിയോടെ നാവ് കടിച്ചുകൊണ്ട് വസ്ത്രം മാറി വീട്ടുപടിക്കൽ വരെ ഗീതയും മാധവനും അവർക്കൊപ്പം ചെന്നു. മക്കളെ, പോകുമ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വേണം കേട്ടോ പോകാൻ. അവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ? ഗീത മഹേഷിനോടായി പറഞ്ഞു. ഓ, അതിപ്പോ അമ്മ പറഞ്ഞിട്ട് വേണം എനിക്കറിയാൻ. ഞാൻ എപ്പോഴും അവിടെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടേ പോകൂ. അവനത് പറഞ്ഞതും ഗീത ചിരിയോടെ തലയാട്ടി. ശേഷം അവർ രണ്ടുപേരും മഹേഷിന്റെ സുഹൃത്ത് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. മഹേഷ് പോകുമ്പോഴേ തന്നെ ഗായുവിനെ വിഷ്ണുവിന്റെ വീട്ടുകാരെക്കുറിച്ചൊക്കെ ചെറിയൊരു ഐഡിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിഷ്ണു എനിക്കൊപ്പം പഠിച്ചതാ ഗായു. കുറച്ച് നാളുകളായി അവൻ വിദേശത്തായിരുന്നു. ഇപ്പൊ ലീവിന് നാട്ടിൽ വന്നതാ. അവന്റെ വീട്ടിൽ മുത്തച്ഛിയും അമ്മയും അച്ഛനും പിന്നെ അവന്റെ 2 പെങ്ങന്മാരും ഉണ്ട്, വിദ്യയും വേദയും. വിദ്യ തന്റെ അതേ പ്രായമാണ്. അവളും ഇപ്പൊ PG സെക്കൻഡ് ഇയർ ആണ്. പിന്നെ അല്പം വൈകി വന്ന ഒരു അതിഥി കൂടി അവിടെയുണ്ട്. മഹേഷ് വാത്സല്യത്തോടെ പറഞ്ഞപ്പോ ഗായത്രി മുഖമുയർത്തി മഹേഷിനെ നോക്കി. അതാരാണെന്നറിയാനുള്ള കൗതുകത്തോടെ. 5 വയസ്സുകാരി വേദകുട്ടി. മഹേഷ് ചിരിയോടെ പറഞ്ഞപ്പോ കേട്ടിരുന്ന ഗായുവിന്റെ മുഖത്തും അതേ ചിരിയായിരുന്നു. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നേരെ വിഷ്ണുവിന്റെ വീട്ടിൽ പോകാം. അമ്മ പറഞ്ഞില്ലേ നമ്മളോട് ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന്? അതിവരുടെ കുടുംബക്ഷേത്രം കൂടിയാ. അവിടെ ചെന്നിട്ട് ചിലപ്പോ വിദ്യയും വിഷ്ണുവൊക്കെ ക്ഷേത്രത്തിലേക്ക് പോകും. നമുക്ക് അവർക്കൊപ്പം ഒരുമിച്ച് പോകാം. ഗായത്രി സമ്മതം പോലെ തലയനക്കി. അല്പസമയത്തിന് ശേഷം തന്നെ അവരുടെ കാറ് ആ വലിയ മുറ്റം കടന്നു ചെന്നു. ഗായത്രി കണ്ണുവിടർത്തി ആ വീടും പരിസരവും ഒക്കെ നോക്കി. അവൾക്ക് പെട്ടെന്ന് തന്റെ സ്വന്തം വീട് ഓർമ്മ വന്നു. അവളുടെ വീടും ഇതുപോലെയാണ്. വലിയ മുറ്റവും നിറയെ ചെടികളും. അതുപോലെ തന്നെ ഒരു വലിയ നാട്ടുമാവ് ഈ വീടിന്റെ മുറ്റത്ത് നിൽപ്പുണ്ട്. ഗായത്രി സന്തോഷത്തോടെ വാതിൽ തുറന്നിറങ്ങി. അവൾക്കൊപ്പം മഹേഷും. വണ്ടി വരുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ 5 വയസ്സുകാരി വേദക്കുട്ടി കയ്യിലൊരു ടെഡി ബിയറിനെ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഓടി ഇറങ്ങി വന്നു. വന്നത് മഹേഷാണെന്ന് കണ്ടതും ഓടി അവന്റെ കാലി വന്ന് ചുറ്റിപ്പിടിച്ച് നിന്നവൾ മഹേഷ് അവളെ വാരിയെടുത്ത് ഒക്കത്ത് വെച്ചു. അത് കണ്ടുകൊണ്ട് ഗായത്രി അവർക്കടുത്തേക്ക് വന്നു. വേദക്കുട്ടിക്ക് ഇത് ആരാണെന്ന് മനസ്സിലായോ? ഇതാണ് മഹേഷ് മാമന്റെ ഭാര്യ. മഹേഷ് പറഞ്ഞത് മനസ്സിലായിട്ടോ എന്തോ ആ കുഞ്ഞുകുട്ടി വാപത്തി ചിരിക്കുന്നുണ്ട് ഗായത്രിയെ നോക്കി. ഗായു വേദയ്ക്ക് നേരെ കൈനീട്ടിയതും അവൾ കൊഞ്ചലോടെ മഹേഷിന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് മുഖം പൂഴ്ത്തി. ഗായത്രി പിണങ്ങിയതേ പോലെ അഭിനയിച്ചതും അവളെ നോക്കി വീണ്ടും വേദ വാപത്തി ചിരിച്ചു. അവളുടെ ആ പ്രവൃത്തികൾ അവരിരുവരിലും ഒരുപോലെ സന്തോഷം വിരിച്ചു. വേദയ്ക്ക് പിന്നാലെ തന്നെ വിഷ്ണുവും അവന്റെ അമ്മ ദേവിയും എല്ലാവരും ഉമ്മറത്തേക്ക് വന്നു. മഹേഷിനെയും ഗായത്രിയെയും കണ്ടതോടെ ദേവി ഓടി വന്ന് ഗായുവിന്റെ കയ്യിൽ പിടിച്ചു. വാ മോളെ, അകത്തേക്ക് വാ. ഇവനോട് ഞങ്ങൾ എപ്പോഴും പറയും ഇടയ്ക്ക് മോളെയും കൂട്ടി ഇങ്ങോട്ടേക്കൊന്ന് ഇറങ്ങാന്. അപ്പൊ ഇവൻ ഓരോരോ തിരക്കാ. ദേവി കളിയായി പറഞ്ഞുകൊണ്ട് ഗായത്രിയും കൂട്ടി വീടിനകത്തേക്ക് കയറി. വിദ്യയെ, നോക്കിയതാരാ വന്നേന്ന് ദേവി മുകളിലെ നിലയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും പെട്ടെന്നൊരു പെൺകുട്ടി, പാവാടയും ബ്ലൗസുമാണ് വേഷം, പടികൾ ഒന്നൊന്നായി ഇറങ്ങി ഓടി താഴേക്ക് വന്നു. മുമ്പ് മഹേഷിന്റെ സ്റ്റാറ്റസിൽ കൂടി ഗായത്രിയുടെ ഫോട്ടോ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ വിദ്യയ്ക്ക് ആളെ മനസ്സിലായി. ഹായ് ഗായു. ഒരുപാട് പരിചയമുള്ള ഒരാളെ പോലെ വിദ്യ വന്ന് ഗായുവിനെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് ഗായുവിന് ഓർമ്മ വന്നത് നിധിയും ബാലയാണ്. അവരായിരുന്നു തന്നോട് ഇതുപോലെയൊക്കെ അടുത്തിടപഴകിയിരുന്നത്. സുഖല്ലേ? വിദ്യ ചോദിച്ചു. സുഖായിരിക്കുന്നു, ഗായു മറുപടിയും പറഞ്ഞു. പിന്നെ വിഷ്ണുവും മുത്തശ്ശിയും എല്ലാവരും അവിടേക്ക് വന്നു. അവരെല്ലാവരോടും കുറേയേറെ സമയം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. മുത്തശ്ശിക്ക് ഗായുവിനെ നന്നേ ബോധിച്ചു. അവളുടെ വേഷവിധാനവും പാകത വന്ന സംസാരവും അങ്ങനെ ആ വീട്ടിൽ ഓരോരുത്തർക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു. മുത്തശ്ശി, ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൂടി പോകാൻ വേണ്ടിയാ വന്നേ. എടാ, എങ്കിൽ പിന്നെ നിൽക്ക്, ഞാനും വിദ്യയും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോകാം. വിഷ്ണു പറഞ്ഞതോടുകൂടി പെട്ടെന്ന് വിദ്യയും ഫ്രഷ് ആവാനായി മുകളിലേക്ക് പോയി. പിന്നെ വേഗം കുളിച്ച് റെഡിയായി വന്നു. അപ്പോഴാണ് വേദക്കുട്ടിക്കും അവർക്കൊപ്പം പോകണമെന്ന് വാശി പിടിച്ചത്. പിന്നെ ദേവി പെട്ടെന്ന് അവളെയും റെഡിയാക്കിക്കൊണ്ടുവന്നു. അങ്ങനെ ഏകദേശം ഒരു 6 മണിയോട് അടുത്തപ്പോൾ തന്നെ അവർ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് പോകാനായി ഇറങ്ങി. മക്കളെ, ക്ഷേത്രത്തിൽ പോയിട്ട് ഇവിടേക്ക് തന്നെ വരണം കേട്ടോ. രണ്ടുപേരും ഒന്ന് രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ദേവി പിന്നാലെ വന്ന് വിളിച്ചു പറഞ്ഞതും മഹേഷ് ചിരിയോടെ തലകുലുക്കി. അവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രം. ഒരു വലിയ വയൽ കടന്ന് ചെല്ലുന്നത് ക്ഷേത്രമുറ്റത്തേക്കാണ്. വേദയോട് ഒന്നും രണ്ടും പറഞ്ഞ് ചിരിച്ചും കളിച്ചും
അവളുടെ കയ്യിൽ പിടിച്ച് ഗായുവും വിദ്യയും മുൻപേ നടന്നു. അവർക്ക് പിന്നാലെ മഹേഷും. കൊള്ളാല്ലേ, മിടുക്കി കുട്ടിയ. വിഷ്ണു ഗായുവിനെ നോക്കി മഹേഷിനോട് പറഞ്ഞു. സത്യം, അവൾ വന്നതിന് ശേഷം ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മഹേഷ് ചിരിയോടെ പറഞ്ഞതും വിഷ്ണുവിനെ കളിയാക്കി. അതേസമയം ഗായത്രിയുടെ മിഴികൾ കൺമുമ്പിൽ കാണുന്ന മനോഹരമായ കാഴ്ചയിൽ തങ്ങി നിന്നു. പരന്നു കിടക്കുന്ന വയലാണ്. വയലിന് നടുവിലൂടെയുള്ള വീതി കുറഞ്ഞ മൺവഴിയിലൂടെയാണ് യാത്ര. കഷ്ടിച്ച് 3 പേർക്ക് നിരന്നു നടക്കാം. സന്ധ്യസമയം ആയതുകൊണ്ട് തന്നെ ആകാശത്ത് സൂര്യന്റെ ചെഞ്ചുവപ്പ് പടർന്നിരുന്നു. നേർത്ത മങ്ങിയ അന്തരീക്ഷം, ഒപ്പം അമ്പലത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഭക്തിഗാനങ്ങൾ. വല്ലാത്തൊരു ഫീലായിരുന്നു ഗായത്രിക്ക്. ഇതിനു മുമ്പ് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഫീൽ. അല്പനേരം നടന്നപ്പോഴേക്കും വേദക്കുട്ടിക്ക് കാല് കഴിച്ചു. പിന്നെ മഹേഷ് വന്ന് അവളെ എടുത്തൊക്കെ തിരുത്തി. പിന്നെ വിദ്യയും ഗായവും ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് മുൻപേ നടന്നു. ഗായുവിന് എങ്ങനെയുണ്ട്? ഇനി ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ പ്ലാന്? കോഴ്സ് കുഴപ്പമില്ല, ഓക്കെയാണ്. എനിക്ക് എന്തെങ്കിലും ജോലി നോക്കണമെന്ന് ആഗ്രഹം. ആണല്ലേ, സെയിം ബീച്ച്. എനിക്കും അതുപോലെയാ. വിദ്യ പറഞ്ഞതും ഗായു ചിരിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരിരുവരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഓരോ വർത്തമാനവും കളിയും ചിരിയും ഒക്കെയായി അവർ പെട്ടെന്ന് തന്നെ ക്ഷേത്രമുറ്റത്തേക്കെത്തി. പതിവിന് വിപരീതമായി കുറെ അധികം ആളുകളുണ്ടായിരുന്നു അന്ന് ക്ഷേത്രത്തിൽ. ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വിഷ്ണു വിദ്യയെ നോക്കി ചോദിച്ചു. ഏട്ടാ, ഇന്ന് മേലെടുത്ത വീട്ടിലെ ചുറ്റുവിളക്കുണ്ട്, അതുകൊണ്ടാവും ഇത്രയും ആളുകൾ. നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് മേലെടുത്ത്. അവരുടെ വക ചുറ്റുവിളക്ക് നടത്തുന്ന മാസങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ വല്ലാത്ത തിരക്കുണ്ടാകും. അവരൊരു വലിയ കുടുംബമായതുകൊണ്ട് തന്നെ എല്ലാ കുടുംബക്കാരും ഒന്നു വരും. അവർ 4 പേരും അകത്തേക്ക് കയറി പ്രാർത്ഥിച്ചു. ശേഷം ഓരോന്നടയ്ക്കും വലം വെച്ച് പുറത്തിറങ്ങി. കൂടി നിന്ന സ്ത്രീകൾ പലരും ഗായുവിനെ നോക്കുന്നുണ്ട്. അന്ന് വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു ഗായുവിന്. ആരെയൊപ്പം അഴിഞ്ഞു കിടക്കുന്ന മുടിയും പുളി ഇലക്കറ സെറ്റും കട്ടിക്ക് കരിയെഴുതിയ കണ്ണുകളും, അങ്ങനെയൊക്കെ വല്ലാത്തൊരു ആനച്ചന്തം. ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കിട്ടിയ പാടെ അവൾ ഇലച്ചീന്തിൽ നിന്ന് അല്പം ചന്ദനം കൊടുത്ത് നെറ്റിയിലേക്ക് തൊട്ടു. അതിലുണ്ടായിരുന്ന കുങ്കുമത്തിൽ നിന്ന് ഒരു നുള്ളു സിന്ദൂരരേഖയിലേക്കും വരച്ചു. അതോടെ അവളെ നോക്കി നിന്ന പുരുഷകേസരികളുടെ മുഖം മങ്ങി. ഗായുവാണെങ്കിൽ ഇതൊന്നും അറിയാതെ മഹേഷിനടുത്തേക്ക് ചെല്ലുവാണ്. പിന്നെ ഏറെ നേരം അവിടെ നിൽക്കാണ്ട് അവരെല്ലാവരും തിരികെ വീട്ടിലേക്ക് മടങ്ങി. തിരിച്ചു പോകും വഴി വിഷ്ണുവായിരുന്നു വേദക്കുട്ടിയെ എടുത്തത്. വിദ്യ എന്തൊക്കെയോ പറഞ്ഞ് വിഷ്ണുവിനൊപ്പം മുൻപോട്ട് നടന്നതും അവൾക്കടുത്തേക്ക് പോകാൻ തുടങ്ങിയ ഗായുവിനെ മഹേഷ് പിന്നിൽ നിന്ന് വലിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ട് പടർന്നിട്ടുണ്ട്. ഇരുവരും ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി മുന്നോട്ട് നടക്കുന്നത്. ആ ഇരുട്ടിലും ഗായുവിന്റെ മുഖം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു മഹേഷിന്. എന്താ മഹേഷേട്ടാ, താൻ എങ്ങോട്ടായി പായുന്നേ? ഇവിടെ നിൽക്ക്. അതും പറഞ്ഞുകൊണ്ട് അവളെ വിടാൻ കൂട്ടാക്കാതെ അവളുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് മെല്ലെ മുന്നോട്ട് നടന്നു മഹേഷ്. അവനൊപ്പം നിറഞ്ഞ മനസ്സോടെ ഗായുവും. അവർ വീട്ടുമുറ്റത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ എന്തൊക്കെയോ കാര്യമായി ഉണ്ടാക്കുന്നതിന്റെ മണം മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. ദേവിയമ്മ കാര്യമായി പാചകത്തിലാണെന്ന് തോന്നുന്നു. മഹേഷ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. പിന്നെ എല്ലാവർക്കും ഒപ്പമിരുന്ന് ആഹാരമൊക്കെ കഴിച്ച ശേഷമാണ് യാത്രയൊക്കെ പറഞ്ഞവർ മഹേഷിന്റെ വീട്ടിലേക്ക് തിരികെ പോയത്. ഒപ്പം സമയം കിട്ടുമ്പോഴൊക്കെ അവിടേക്ക് വരണമെന്ന് അവരെല്ലാവരും ഗായുവിനോട് പറയുകയും ചെയ്തു. ഗായുവും മഹേഷും വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടേ വരൂന്ന് പറഞ്ഞതുകൊണ്ട് ഗീതയും മാധവനും നേരത്തെ തന്നെ ആഹാരം കഴിച്ച് ഉമ്മറപ്പടിയിൽ അവരിരുവരും വരുന്നത് കാത്തിരുന്നു. അകത്തേക്ക് കയറിയ പാടെ മഹേഷ് പതിവ് പല്ലവി ആവർത്തിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കണ്ട, ഉറക്കം വന്നാ കിടന്നോളാൻ. ഞങ്ങൾ എത്തുമ്പോൾ വിളിക്കില്ലായിരുന്നോ? ഏയ്, അതൊന്നും കുഴപ്പമില്ലടാ, നിങ്ങൾ അകത്തേക്ക് കയറ്. രണ്ടാൾക്കും കഴിക്കാനൊന്നും വേണ്ടല്ലോ അല്ലേ? ഗീത ഒന്നുകൂടി ഉറപ്പുവരുത്താനായി ചോദിച്ചു. വേണ്ടമ്മേ, ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടാ വന്നേ. ഗായു പറഞ്ഞു. എങ്കിൽ പിന്നെ മോള് ചെന്ന് കിടക്ക്. ഒന്ന് മൂളിക്കൊണ്ട് ഗായത്രി മുൻപേ നടന്നു. പിന്നാലെ മഹേഷും. മഹേഷ് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് അഴിഞ്ഞുലഞ്ഞ മുടി വട്ടത്തിൽ കെട്ടിവെക്കുന്ന ഗായുവിനെയാണ്. അവൾ ഇപ്പോഴും വേഷം മാറിയിട്ടില്ല. മുടിയെല്ലാം കൂടി വാരിച്ചുറ്റി വട്ടത്തിൽ അവൾ തലയിലേക്ക് കെട്ടിവെച്ചു. പിറകെ മുറിയിലേക്ക് വന്ന മഹേഷ് മെല്ലെ വാതിലടിച്ച് കുറ്റിയിട്ടു. ശേഷം പിന്നിലൂടെ ചെന്ന് അവളുടെ മുടി അഴിച്ചിട്ടു. മഹിയേട്ടാ, ഇതെന്തായി കാണിക്കുന്നേ? ഒന്നാമത് ചൂടെടുക്കുവാണ്, മുടിയെല്ലാം കൂടി അഴിഞ്ഞു കിടന്നിട്ട്. ഗായു ഇത് പറഞ്ഞപ്പോ മഹേഷ് AC-യുടെ റിമോട്ട് എടുത്ത് അത് ഓണാക്കി. ഗായു വീണ്ടും മുടി കെട്ടിവെച്ചതും മഹേഷ് പഴയതുപോലെ അത് വീണ്ടും അഴിച്ചിട്ടു. ഗായത്രി ചൊടിയോടെ മഹേഷിനെ നോക്കി.
മഹേഷ് അവൾക്ക് അടുത്തേക്ക് നടന്നു വന്നു. അതിനനുസരിച്ച് ഗായു പിന്നിലേക്ക് നീങ്ങി. അവളുടെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളവും പരിഭ്രമവും ഒക്കെ എടുത്തു കാണുന്നുണ്ട്. മഹേഷ് ഗായുവിനെ മെല്ലെ ചേർത്ത് പിടിച്ചു. അവന്റെ വലങ്കൈ അവളുടെ വയറിൽ അമർന്നു. ഇന്നെന്ത് സുന്ദരിയായിരുന്നു എന്റെ ഗായൂട്ടി. മഹേഷ് അത് പറഞ്ഞതും ഗായത്രി മെല്ലെ അവന്റെ പിടിയിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചു. ഇതെങ്ങോട്ടായി വഴുതി പോകുന്നത്? അടങ്ങി നിൽക്കു പെണ്ണെ, ഞാനിന്ന് കാണട്ടെ. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവത്തിലായിരുന്നു മഹേഷ്. അവൻ മെല്ലെ ഗായുവിന്റെ മുഖം കൈക്കുമ്പിൾ എടുത്തുകൊണ്ട് നെറ്റിയിലേക്ക് ഒന്നും മുത്തി. പിന്നെ മെല്ലെ അവന്റെ അതിരങ്ങൾ താഴെ കിഴഞ്ഞ് മൂക്കിൻ തുമ്പിലേക്കെത്തി. ഗായത്രി വല്ലായ്മയോടെ ഉമിനീരിറക്കി. പിന്നെയും അവന്റെ ചുണ്ടുകൾ താഴേക്ക് ചലിച്ചു. മഹേഷ് മിഴികൾ ഉയർത്തി ഗായുവിനെ നോക്കി. കണ്ണുകൾ ഇറുക്കിയടച്ച് നിൽക്കുവാണവൾ. ഏറെ നേരമായിട്ട് മഹേഷിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊന്നും ഇല്ലെന്നറിഞ്ഞതും ഗായു മെല്ലെ കണ്ണു ചിമ്മി തുറന്നു. അതേ സമയം തന്നെയായിരുന്നു മഹേഷ് തന്റെ അതിരങ്ങൾ ഗായുവിൻ്റെതിനോട് ചേർത്തത്. പയ്യെ പയ്യെ അതൊരു ദീർഘചുംബനത്തിലേക്ക് വഴിമാറി. ഒന്ന് മൂളിക്കൊണ്ട് ഗായു മഹേഷിനെ ചുറ്റിപ്പിടിച്ചതും അവന്റെ ആവേശം കൂടി. അതിരങ്ങളിൽ നിന്ന് അടർന്നു മാറി ആ ചുണ്ടുകൾ താഴേക്ക് അരിച്ചിറങ്ങിയത് ഗായു പിടഞ്ഞു മാറാൻ ശ്രമിച്ചു. മഹേഷ് അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കൈകളെ കോരിയെടുത്തുകൊണ്ടുവന്ന് ബെഡിലേക്ക് കിടത്തി. ആവരണങ്ങൾ ഒന്നൊന്നായി അഴിഞ്ഞു മാറി. തടയാൻ ശ്രമിച്ചില്ല അവൾ. പകരം അവൻ പകർന്നു നൽകിയ പുതിയ അനുഭൂതിയിൽ ലയിച്ചങ്ങനെ കിടന്നു. മഹേട്ട. ഇടയ്ക്ക് എപ്പോഴും അവൾ വിളിച്ചതും സ്നേഹത്തോടെ മഹേഷിന്റെ അതിരങ്ങൾ വീണ്ടും അവളുടെ നെറ്റിയിലമർന്നു. ഇരുവരുടെയും നിശ്വാസങ്ങളും കിതപ്പും ആ മുറിയിൽ ആകമാനം തിങ്ങി നിറഞ്ഞു. ഒടുവിൽ തളർച്ചയോടെ മഹേഷ് അവൾ കരികിലേക്ക് കിടന്നു. ഗായുവിന് മഹേഷിന്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു ചമ്മലുണ്ടായിരുന്നു. അവൾ അവന്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ച് പതുങ്ങിക്കിടന്നു. സമയം മെല്ലെ മുന്നോട്ടു പോയത് ഇരുവരും പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ ഉണർന്നെണീറ്റിട്ടും ഗായു മഹേഷിന് പിടികൊടുക്കാതെ അവനിൽ നിന്നും വഴുതി മാറി പോയിക്കൊണ്ടേയിരുന്നു. അവളുടെ ഈ ഒളിച്ചുകളെയൊക്കെ മഹേഷ് ശ്രദ്ധിക്കുന്നുണ്ട്. അവന് മനസ്സിലായി തലേ രാത്രി സംഭവിച്ച കാര്യങ്ങളുടെ ബാക്കിയാണ് ഇതൊക്കെയെന്ന്. രാവിലെ കൃഷിയിടത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി തിരികെ വന്നിട്ട് മുറിയിലാകമാനം ഗായുവിനെ തിരഞ്ഞെങ്കിലും അവിടെയൊന്നും അവളെ കാണാതായതോടെ തിരക്കി താഴേക്ക് വന്നതാണ് മഹേഷ്. അമ്മ ഗായുവിനെ കണ്ടോ? താഴെ നിൽക്കുന്ന ഗീതയെ കണ്ടതും മഹേഷ് സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു. ദാ ഗായു അടുക്കളയിലുണ്ടല്ലോ, എന്തു പറ്റി? ഗായുവിനോട് ഒന്നിവിടെ വരെ വരാൻ പറഞ്ഞേ. അതേസമയം മഹേഷ് ഗീതയോട് സംസാരിക്കുന്നത് ഒരു നെഞ്ചിരിപ്പോടെയാണ് ഗായു കേട്ടത്. അവനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ഓർത്തപ്പോൾ അവൾക്കൊരു വല്ലായ്മ തോന്നി. അതേസമയം തന്നെയാണ് കൃത്യമായി ഗീത അവിടേക്ക് വന്നത്. ഗായു, മോളെ താ നിന്നെ മഹേഷ് തിരക്കുന്നു. മോള് മുകളിലേക്ക് ചെല്ല്, ഇതൊക്കെ അമ്മ നോക്കിക്കോളാം. ഒടുക്കം നിവൃത്തിയില്ലാതെ ഗായു മുകളിലേക്ക് ചെന്നു. മഹേഷേട്ടൻ എന്നെ അന്വേഷിച്ചോ? ഗായു മുഖത്തെ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് ചോദിച്ചതും മഹേഷ് അവളുടെ കണ്ണിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. എന്താ മഹേഷേട്ടൻ നോക്കുന്നേ? ഗായു വീണ്ടും ചോദ്യം ആവർത്തിച്ചു. ഏയ്, താൻ ഇന്നലെ രാത്രി എന്നെ വേറെന്തോ വിളിച്ചിരുന്നല്ലോ. പെട്ടെന്ന് മഹി പറഞ്ഞത് ഗായു കാര്യം അറിയാതെ അവനെ നോക്കി. എന്ത്? മഹിയേട്ടാന്നോ അങ്ങനെന്തോ? മഹേഷ് ആലോചിക്കുന്നത് പോലെ നിന്ന ശേഷം മെല്ലെ പറഞ്ഞു. എനിക്ക് താൻ അങ്ങനെ വിളിക്കുന്ന കൂടുതൽ ഇഷ്ടം. പെട്ടെന്ന് മഹിയത് പറഞ്ഞതും ഗായുവിന് ആ നിമിഷങ്ങൾ ഓർമ്മ വന്നു. രക്തം മുഖത്തേക്ക് ഇരച്ചു കയറി അവളുടെ മുഖം വീണ്ടും ചുവന്നു തൊടുത്തു. ആ ചുവപ്പിലേക്ക് നോക്കി മഹി ഒരു ചിരിയോടെ നിന്നു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ കമന്റ് ഇടണേ, ലൈക്ക് തരാനും മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.